നമസ്കാരം. മലയാളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളിൽ ചിലതിന് ഈയിടെയായി അവരുടെ നിലപാടിന് ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് 24 ചാനലിന് അക്കാര്യം എടുത്തു പറയാതെ വയ്യ. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയുമായി ബന്ധപ്പെട്ട് 24 ചാനലിൻ്റെ നിലപാട് വയനാട് ദുരന്തം വരുന്നതിന് മുൻപ് മറ്റൊന്നായിരുന്നു. എന്നാൽ വയനാട് ദുരന്തം വന്നതിനു ശേഷം CMDRF ഫണ്ടിനെ കുറിച്ചുള്ള അവരുടെ നിലപാടിന് മാറ്റം വന്നു. ഇതേക്കുറിച്ച് 24 ചാനലിൻ്റെ മേധാവി ശ്രീകണ്ഠൻ നായരും വാർത്താ അവതാരകനുമായ ഹാഷ്മി താജ് ഇബ്രാഹിമുമൊക്കെ അവരുടെ ചാനലിൽ കൂടി തന്നെ ഇക്കാര്യമൊക്കെ പറഞ്ഞിരുന്നു. ഇതിനെതിരെ വ്യാപകമായ വിമർശനങ്ങളൊക്കെയാണ് ഉയർന്നു വന്നത്. പക്ഷേ അവർ അതൊന്നും മുഖവിലേക്ക് എടുത്തിട്ടില്ല. ഏകദേശം 1 വർഷം മുൻപാണെന്ന് തോന്നുന്നു ഹാഷ്മി താജ് ഇബ്രാഹിം നയിച്ച ഒരു ഡിബേറ്റിൽ ഈ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള ഒരു പരാമർശം വന്നിരുന്നു. വിഷയം അതായിരുന്നു. നമുക്കറിയാം ഹാഷ്മി താജ് ഇബ്രാഹിമിൻ്റെ അവതരണ ശൈലി നമുക്കറിയാം. നമ്മളെല്ലാം രോമാഞ്ചം കൊള്ളിക്കുന്ന അല്ലെങ്കിൽ ആവേശഭരിതരാക്കുന്ന രീതിയിലുള്ള ഒരു ഇൻട്രോയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്. ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു ആരാധകൻ തന്നെയാണ്. അപ്പോൾ അത്തരമൊരു ഹാഷ്മിയൊക്കെ ഈ കേരളത്തിലെ പൊതുജനങ്ങൾ വളരെ മുഖവിലേക്ക് എടുക്കുന്നുണ്ട്. ഹാഷ്മിയുടെ നിലപാട് വേറെയായിരുന്നു. അദ്ദേഹം ഈ പറയുന്ന ബീഡി തൊഴിലാളി ജനാർദ്ദനെ കുറിച്ചും ആടിനെ വിറ്റ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്ത പാത്തുമ്മയെക്കുറിച്ചും ഒക്കെ വളരെ വികാരഭരിതനായി അന്ന് ആ ഒരു ഡിബേറ്റിൻ്റെ ഇൻട്രോയിൽ പ്രതികരിച്ചിരുന്നു. അതൊക്കെ ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി തന്നെ പ്രചരിക്കുന്നുണ്ട്. അതിനുശേഷം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ച് ഈ വയനാട് ദുരന്തമുണ്ടായതിനു ശേഷം ഹാഷ്മി താജ് ഇബ്രാഹിമും അതുപോലെ 24ൻ്റെ മേധാവിയായ ശ്രീകണ്ഠൻ നായരുമൊക്കെ അതിൽ അവരുടെ പ്രഭാത പരിപാടിയിൽ വന്ന് പറയുകയുണ്ടായി. ശ്രീകണ്ഠൻ നായരൊക്കെ പറയുന്നത് പോകട്ടെ, അദ്ദേഹം വളരെ ഈ അവരുടെ വാക്കുകൾ വിശ്വസിച്ച കേരളത്തിലെ സാധാരണക്കാരെ അല്ലെങ്കിൽ അവരുടെ പ്രേക്ഷകരെ തന്നെ അപമാനിക്കുന്ന തരത്തിലുള്ള ഒരു പരാമർശമാണ് നടത്തിയതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ഈ അവസരത്തിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കണം, ചില ക്ഷുദ്രജീവികൾ, അങ്ങനെ എന്തൊക്കെയോ ചില വാക്കുകളാണ് അദ്ദേഹം പ്രയോഗിച്ചത്. അത് എതിർഭാഗത്തുള്ള രാഷ്ട്രീയ കക്ഷികളെ ഉദ്ദേശിച്ചായിരിക്കാം, അല്ലെങ്കിൽ അതിനെതിരെ സംസാരിക്കുന്നവരെ കുറിച്ചോ അല്ലെങ്കിൽ വിമർശനമോ അഭിപ്രായമോ ഉന്നയിക്കുന്നവരെ കുറിച്ചായിരിക്കാം. എന്തായാലും 24ൻ്റെ നിലപാട്, ശ്രീകണ്ഠൻ നായരുടെ നിലപാട് പെട്ടെന്നൊരു ദിവസം മാറിയത് അത്ഭുതം തന്നെയാണ്. ആ സമയം ഹാഷ്മി താജ് ഇബ്രാഹിം അവിടെ നിശബ്ദനായി നിൽക്കുന്നുണ്ടായിരുന്നു. കാരണം പലരും ഈ ഒരു വീഡിയോ പങ്കുവച്ചതിന് ശേഷം ചോദിച്ചു, ഹാഷ്മിയുടെ നിലപാട് ഇതല്ലായിരുന്നല്ലോ മുമ്പ് എന്നൊക്കെ ചോദിച്ചിരുന്നു. അതിനുശേഷം ഹാഷ്മി തന്നെ പറഞ്ഞു, ചില പ്രത്യേക സാഹചര്യങ്ങളിൽ അതിനെക്കുറിച്ച് പറയുകയുണ്ടായി. പക്ഷേ അത് നമ്മൾ ഈ സമയത്തെടുത്ത് ഒരു ആയുധമാക്കരുത്, നമ്മളെല്ലാവരും ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെയുള്ള ഒരു അഭിപ്രായവും ഹാഷ്മി പറയുകയുണ്ടായി. ഇപ്പോൾ അതല്ല വിഷയം. രണ്ടാമത്, ഇന്നലെ ഒരു സംഭവം എറണാകുളം നോർത്തിൽ ഉണ്ടായിരിക്കുകയാണ്. എറണാകുളം നോർത്തിൽ DYFI ഒരു ജനകീയ തട്ടുകട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുന്നു. ഈ ജനകീയ തട്ടുകടയിലൂടെ ലഭിക്കുന്ന പണം വയനാട്ടിലെ ദുരന്ത ബാധിതർക്ക് അവർ 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാമെന്നുള്ളൊരു വാഗ്ദാനം DYFI നൽകിയിരുന്നു. അപ്പോൾ 25 വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ്. അപ്പോൾ ആ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനുള്ള സമാഹരണത്തിൻ്റെ ഭാഗമായി ഈ ഒരു ജനകീയ തട്ടുകട, ഇതിലൂടെ ലഭിക്കുന്ന വരുമാനം അവരുടെ വീടുകൾ നിർമ്മിച്ചു കൊടുക്കാനാണ് അവർ ഉദ്ദേശിക്കുന്നത്. എന്തായാലും അവർ തട്ടുകട കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എറണാകുളത്ത് ഫുട്പാത്ത് കയ്യേറെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ തട്ടുകടയ്ക്ക് ലൈസൻസ് ഇല്ല. നമുക്കറിയാം, സ്വാഭാവികമായും നമ്മുടെ നാട്ടിലൊരു നിയമമുണ്ട്. ആ നിയമം നമ്മൾ അനുസരിക്കാൻ നമ്മൾ വ്യക്തിയായാലും അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനമായാലും ബാധ്യസ്ഥരാണ്. അത് DYFIക്കും CPMനും ബാധകമല്ലെങ്കിൽ പോലും അതാണ് അതിൻ്റെ ഒരു മര്യാദ. അപ്പോൾ ഇതൊരു ജനകീയ തട്ടുകട നടത്തുമ്പോൾ അവിടെ ലൈസൻസ് ഇല്ല എന്ന് ആരോപിച്ചുകൊണ്ട് ഒരു കൂട്ടം BJP പ്രവർത്തകരെത്തുന്നു. ആ BJP അവിടുത്തെ കൗൺസിലറായ പത്മജ മേനോനാണെന്ന് തോന്നുന്നു, അവരുടെ പേര് അങ്ങനെയാണെന്ന് തോന്നുന്നു. അവർ വന്നിട്ട് അവരുടെ നേതൃത്വത്തിലുള്ള കുറച്ച് പേര് വന്ന് അവിടെ ഇതേക്കുറിച്ച് ചോദ്യം ചെയ്യുന്നു. അതായത് ലൈസൻസ് ഇല്ലാതെ നിങ്ങൾ തട്ടുകട നടത്തുന്നതിനെക്കുറിച്ച് എന്തിനാണ് എന്നുള്ളൊരു ചോദ്യം ചെയ്യുന്നു. DYFIക്കാരും അതുപോലെ BJP പ്രവർത്തകരും രണ്ട് ചേരിയിലായിട്ട് നിൽക്കുന്നു. പോലീസ് വരുന്നു. സംഭവങ്ങളൊക്കെ അങ്ങനെ നടക്കുന്ന സമയത്ത് 24ൻ്റെ അവതാരകൻ അവിടെ എത്തുന്നു. അപ്പോൾ ഈ വിഷയം 24 ചർച്ചയ്ക്ക് വരികയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്ത ശ്രീകണ്ഠൻ നായർ പറയുകയാണ്. അദ്ദേഹം പറഞ്ഞത് വളരെ, അതായത് ഇത് ശരിയാണെന്ന മട്ടിലാണ്. അതായത് ലൈസൻസ് ഇല്ലാതെ ഒരു സ്ഥാപനം പ്രവർത്തിക്കുന്നത് തീർച്ചയായിട്ടും നിയമലംഘനം തന്നെയാണ്. അപ്പോൾ ആ നിയമലംഘനത്തെ സാധൂകരിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ അനുകൂലിക്കുന്ന തരത്തിലാണ് ശ്രീകണ്ഠൻ നായർ നടത്തിയ പദപ്രയോഗം. തീർച്ചയായും അദ്ദേഹത്തിന് ഒരു നിലപാട് മാറ്റം എന്തുകൊണ്ടാണെന്ന് മനസ്സിലാകുന്നില്ല. കാരണം ശ്രീകണ്ഠൻ നായരെ ഇഷ്ടപ്പെട്ടിരുന്ന, കാരണം അദ്ദേഹത്തിൻ്റെ ഈ ഒരു പുൽച്ചാടിയെ പോലെ ചാടിയുള്ള നിൽപ്പും അതുപോലെ ചിരിച്ച മുഖവും അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ തമാശ നിറഞ്ഞ, അല്ലെങ്കിൽ നമ്മുടെ ഒരു കുടുംബത്തിലെ അംഗത്തെ പോലെ തോന്നിപ്പിക്കുന്ന, അല്ലെങ്കിൽ നമ്മുടെ വളരെ അടുത്ത സുഹൃത്തിനെ പോലെ തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്താ അവതരണം
അവതരണവും സംസാരവും ഒക്കെ ആണ് ജനങ്ങളെ കൂടുതൽ അദ്ദേഹത്തിലേക്ക് ആകർഷിച്ചത്. അങ്ങനെ ഒരാൾ ഇത്തരത്തിലൊരു നിലപാട് മാറ്റുമ്പോൾ അത് തീർച്ചയായിട്ടും ഈ പ്രേക്ഷകരെ അല്ലെങ്കിൽ മലയാളികളെ തന്നെ വെല്ലുവിളിക്കുന്ന അല്ലെങ്കിൽ അവരെ ഒരു വിഡ്ഢികളാക്കുന്ന ഒരു നിലപാടാണ് ശ്രീകണ്ഠൻ നായരുടേത് എന്ന് പറയാതെ വയ്യ. അദ്ദേഹത്തിന് ഇത് തെറ്റാണ് എന്ന് പറയാം. അപ്പോൾ ഇത്തരത്തിൽ ബുദ്ധിമുട്ടില്ലാതിരിക്കുമ്പോൾ തന്നെ ഇവരൊരു ലൈസൻസ് പോലും സംഘടിപ്പിക്കാതെ ഇതിനെ അവിടെ ഒരു തട്ടുകട തുറന്ന് പ്രവർത്തിക്കുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ ഒരു പൗരന് പോലും അവകാശമുണ്ട്. പക്ഷേ ഡിവൈഎഫ്ഐക്കാരെ ഭയന്ന് ആരും ചെയ്യാറില്ല. ഇനി മറ്റൊരു സംഭവം നമുക്ക് നോക്കാം. അതായത് ഈ ഡിവൈഎഫ്ഐക്കാരുടെ സ്ഥാനത്ത് ഒരു KSUക്കാരോ അല്ലെങ്കിൽ പിന്നെ യൂത്ത് കോൺഗ്രസ്സുകാരോ ABVPക്കാരോ അല്ലെങ്കിൽ യുവമോർച്ചക്കാരോ ആണ് ഈ ഇത് ചെയ്തിരുന്നെങ്കിലോ ഡിവൈഎഫ്ഐക്കാർ അവരെ വെറുതെ വിടുമായിരുന്നു? ഈ തട്ടുകട പ്രവർത്തിക്കാൻ അവർ സമ്മതിക്കുമായിരുന്നു? ഒരിക്കലുമില്ല. നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ നിലപാട് നമുക്കറിയാം. ചിലപ്പോൾ മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ പറയുന്ന വയനാട് ദുരിതത്തിൻ്റെ പേരിൽ ആരും പണപ്പിരിവ് നടത്തരുത് എന്ന്. അതിനെ ലംഘിച്ചുകൊണ്ട് പണപ്പിരിവ് നടത്തിയത് CPIയും SFIയും അതുപോലെ DYFIയുമാണ്. ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത് DYFI ആണ്. ഇന്നലെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തൊക്കെ ഒരു അറിയിപ്പ് കിട്ടി. ഞങ്ങളുടെ ഫ്ലാറ്റാണ്. ആ ഫ്ലാറ്റിൽ ഒരു അറിയിപ്പ് കിട്ടി. അതായത് നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും പഴയ ബോട്ടിലുകളോ പ്ലാസ്റ്റിക് ബോട്ടിലുകളോ അല്ലെങ്കിൽ തകര ബോട്ടിലുകളോ പഴയ പത്രങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ എടുത്ത് പുറത്ത് വയ്ക്കണം. അവിടെ ഹൗസ് കീപ്പിംഗ് നടത്തുന്നവർ അതിനെ താഴെ കൊണ്ടുവയ്ക്കും. അത് സമാഹരിക്കാനായി CPMൻ്റെ അവിടെ ഉത്തരവാദിത്തപ്പെട്ട ആരോ വന്നിട്ടുണ്ടെന്നാണ്. അതായത് ആക്രി വരെ പറക്കി വിറ്റ് അവരവിടെ ചെയ്യാൻ പോവുകയെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. എന്താണ് ഈ വയനാട് ദുരന്തത്തിൻ്റെ പേരിൽ പിന്നെ പണപ്പിരിവ് നടത്തരുത് എന്നാണ്. അപ്പോൾ പറയുന്നതും അവരാണ്, ലംഘിക്കുന്നതും അവരാണ്. അവർക്ക് ചെയ്യാം, മറ്റുള്ളവർക്ക് ചെയ്യാൻ പാടില്ല. അവരിട്ട ബർമുഡ മറ്റുള്ളവരിട്ട അണ്ടർവെയർ അതൊരിക്കലും സമ്മതിച്ചു കൊടുക്കാൻ പറ്റിയൊരു കാര്യമല്ല. പക്ഷേ ഈ ശ്രീകണ്ഠൻ നായരെ പോലെയുള്ള ക്രെഡിബിലിറ്റിയുള്ള അല്ലെങ്കിൽ ഇത്രയും വിശ്വാസ്യതയുള്ള ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ജനകീയനായ ഒരു മാധ്യമ പ്രവർത്തകൻ ഇത്തരത്തിൽ തരം താഴാൻ പാടില്ല എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ ശ്രദ്ധിച്ചിരിക്കുന്ന നിരവധി ആൾക്കാരുണ്ട്, മാധ്യമ പ്രവർത്തകരും അതുപോലെ ജനങ്ങളും ഉൾപ്പെടെ നിരവധി പേരുണ്ട്. അദ്ദേഹത്തിന് ചിലപ്പോൾ എന്തെങ്കിലും നേട്ടങ്ങൾ ഉണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മർദ്ദത്തിന് വഴങ്ങിയായിരിക്കാം ഇപ്പോൾ CMDRF ഫണ്ടിനെ കുറിച്ചുള്ള നിലപാട് ഈ 24 ചാനൽ മാറ്റിയത്. പക്ഷേ അങ്ങനെ മാറ്റാം. പക്ഷേ അങ്ങനെ മാറ്റുമ്പോൾ മുമ്പ് നിങ്ങളുടെ നിലപാടിൽ 24 ചാനലിൻ്റെ നിലപാടിൽ വിശ്വസിച്ചിരുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയെക്കുറിച്ചുള്ള സംശയങ്ങൾ ഉന്നയിച്ച കൂട്ടത്തിൽ ഈ പറയുന്ന 24 ചാനലും ഉണ്ടായിരുന്നു. അതുകൊണ്ട് 24 ചാനലിനെ വിശ്വസിച്ചവരെ കുറ്റപ്പെടുത്തുകയോ അധിക്ഷേപിക്കുകയോ ചെയ്യുന്ന തരത്തിലുള്ള പരാമർശം ശ്രീകണ്ഠൻ നായർ നടത്തുന്നത് ശരിയല്ല. കാരണം 24 ചാനൽ പറയുന്നതൊക്കെ വിശ്വസിക്കാൻ ബാധ്യസ്ഥരാണോ ഇവിടുത്തെ മലയാളികൾ? ഇപ്പോൾ 24 ചാനൽ പറയുന്നു CMDRF ഫണ്ട് പിന്നെ സുതാര്യമല്ല, അവിടെ പിന്നെ പാത്തുമയും ജനാർദ്ദനും കുടുക്ക പൊട്ടിച്ചു കൊടുത്ത കുട്ടിയും ഒക്കെ കൊടുത്ത പണം ദുർവ്യാഖ്യാനം അല്ലെങ്കിൽ വകമാറ്റി ചെലവഴിച്ചു എന്നൊക്കെ 24 പറയുന്നു. അതൊക്കെ നമ്മൾ വെള്ളം തൊടാതെ വിഴുങ്ങി. പെട്ടെന്ന് ഒരു ദിവസം ശ്രീകണ്ഠൻ നായരും ഹാഷ്മിയും എന്ന് പറയുകയാണ്, അല്ല സുതാര്യമാണ്, അതൊക്കെ കൃത്യമായ കൈകളിലേക്ക് തന്നെയാണ് എത്തിയത് എന്ന് പറയുമ്പോൾ അതും വിശ്വസിക്കാൻ ഞങ്ങളാരും അല്ലെങ്കിൽ കേരളത്തിലെ പ്രേക്ഷകരൊന്നും ബാധ്യസ്ഥരല്ല എന്നുകൂടി ശ്രീകണ്ഠൻ നായർ മനസ്സിലാക്കണം. അതുപോലെ ശ്രീകണ്ഠൻ നായർ അല്ല ഈ ഒരു മലയാളിയുടെ അവസാന വാക്ക് എന്നുള്ള കാര്യമെങ്കിലും ഒരിക്കൽ കൂടി ശ്രദ്ധിക്കണം.